ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയാനി വീണ്ടും ആദർശിനോട് പറയണേ, ഇങ്ങനെ ലിവർ തരാനൊക്കെ നന്മയുള്ള പെൺകുട്ടികളെടാ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അല്ലാതെ നയനയെ പോലെയും അവരുടെ വീട്ടുകാരെ പോലെയുള്ള ആളല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ ഒരു മരുമകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അമ്മയുടെ ലിവർ തന്നിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്, അമ്മയുടെ മരുമകൾ തന്നെയാണ്. ആ സത്യം എന്നാണ് എൻ്റെ അമ്മ അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അമ്മക്ക് മുന്നിൽ എനിക്ക് പറയാനും കഴിയില്ല എന്ന് പറയുമ്പോൾ, എന്താ ആദർശേ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? ഞാൻ പറയുമ്പോൾ നിനക്ക് ദേഷ്യമുണ്ടാകും, കാരണം നിൻ്റെ ഭാര്യയാണല്ലോ നയന, അതുകൊണ്ട് അവളെക്കുറിച്ച് പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരിക്കും. പക്ഷേ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടടാ ആദർശേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് അതിന് ഒരു ഉത്തരം നൽകുന്നില്ല കേട്ടോ. അങ്ങനെ എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആ ലിവർ തന്ന ആ നന്മയുള്ള ആ പെൺകുട്ടിയെ എനിക്ക് കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടടാ, അവളെ കാണണമെന്ന്. എത്രയും പെട്ടെന്ന് നീ എനിക്ക് അവളെ കാണിച്ചു കൊണ്ടാ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണേ, അമ്മേ ഞങ്ങൾക്ക് ഇനി മലക്ക് പോകേണ്ട സമയമായില്ലേ, അതുകൊണ്ട് തന്നെ അവിടെ പോയി വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ ആഗ്രഹം ദൈവം തന്നെ കാണിച്ചു തരും, എൻ്റെ അമ്മക്ക് മുന്നിൽ എല്ലാ നേർവഴികളും ദൈവം കാണിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല അമ്മേ, ചില തെറ്റുകളും ശരികളും അമ്മക്ക് തിരിച്ചറിയാനുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ അമ്മ മനസ്സിലാക്കും, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അത് അമ്മക്ക് കള്ളമേ തോന്നുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ അമ്മയെ ഇതെല്ലാം നേരിൽ കാണിച്ചു തരുമെന്ന് പറയണേട്ടോ. ഇതേ സമയം ദേവയാനിക്ക് ആ വാക്കുകളൊന്നുമല്ല, ദേവയാനിക്ക് ഇവിടെ തനിക്ക് ലിവർ തന്ന ആ നന്മയുള്ള ആ പെൺകുട്ടിയെ കാണണം എന്ന ചിന്താഗതി മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ സമയം അനാമിക തന്നെ വീട്ടിലോട്ട് പോകാൻ ദേഹം ഒട്ടകലം വേദന വരികയാണ്. അനാമികക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല, തൻ്റെ അച്ഛനമ്മമാരെ കാണണം. കാരണം ഊതി പെരുപ്പിക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ മുത്തശ്ശനോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടും അവിടെ ആരും തന്നെ അത് തിരിച്ചടിക്കാൻ പോകുന്നില്ല. ഇതേ സമയം ദേവയാനി കഴിയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ താൻ എന്താ ചെയ്യുന്ന ആ പ്രതിസന്ധിയോട് കൂടിയിട്ട് അനാമിക തന്നെ വീട്ടിലോട്ട് കരഞ്ഞുകൊണ്ട് ചെല്ലണേട്ടാ. അപ്പോൾ ഈ സമയം വേണു ഈ പറയുന്ന രേവതിയും എന്താ മോളെ പതിവില്ലാത്തൊരു വരവ് എന്ന് പറയുമ്പോൾ കരഞ്ഞും കൊണ്ട്, അച്ഛാ അമ്മേ എന്തിനാണ് എൻ്റെ മോള് കരയുന്നത്? എന്താ ആ അനി വീണ്ടും നിന്നെ തല്ലിയോ? അത് കാണുന്ന രേവതി പറയും, ശരിയാണല്ലോ, നിന്റെ കരണത്ത് അടിയുടെ അടയാളമുണ്ടല്ലോ, അനി അവൻ വീണ്ടും തല്ലിയോ? ഇനി അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നിങ്ങനെ രേവതി പറഞ്ഞു ഉടനെ, ഏയ് നീ മിണ്ടാതിരിക്കേ, കാര്യം എന്താണെന്ന് ആദ്യം ചോദിക്കട്ടെ, എന്നിട്ട് മതി നീ എടുത്തു ചാടി പെരുമാറൽ. അപ്പോൾ ഇത് കേട്ട ഉടനെ, ഇത് അനി ഒന്നല്ല തല്ലിയത്, അനി തല്ലി കൊള്ളുന്നത് കണ്ടു നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ അപ്പോഴും പറഞ്ഞ ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനെ കല്യാണം കഴിക്കണ്ടായിരുന്നല്ല എന്ന്. സ്വന്തം ഭാര്യയെ തല്ലുന്നത് കണ്ട് നോക്കുകുത്തിയായി ചിരിച്ചു നിൽക്കുന്ന ഒരു ഭർത്താവ് ജീവിതത്തിൽ ആദ്യമായിരിക്കും. നീ വളച്ചൊടിക്കാതെ കാര്യങ്ങൾ പറ എന്നിങ്ങനെ വേണു പറയണേ. അപ്പോൾ ഉടൻ തന്നെ പറയണേ, അതെ ഞാനും എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവർ എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. ആ സമയം ഞാൻ അനിയെ ഒരു കടയിൽ വെച്ച് കണ്ടു, പിന്നീട് അവനെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവൾ ഇപ്പോഴും ആ മുട്ടച്ചിയെ കാണാൻ ആ വീട്ടിലോട്ട് പോവാണെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ, എന്താ നീ പറയുന്നത്? അതെ, അവൻ്റെ ഏട്ടത്തി എന്ന പേരിലാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അവിടെ അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അവളുടെ പെരുമാറ്റവും കാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളാണോ വലിയമ്മക്ക് ലിവർ കൊടുത്തത് എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. അത്രയും ക്ഷീണം പരവേശമൊക്കെ അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ നേർക്ക് വഴക്കിടാൻ വന്നപ്പോൾ ഞാൻ അവളെ ഉന്തി, അതിന് ആ പെണ്ണ് എന്നെ ഒരു മൂലയിലിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയണേട്ടോ. അത് കേൾക്കുന്ന രേവതി പറയണേ, ഇത് കേട്ടില്ല വേണുവേട്ടാ, നിങ്ങൾ നമ്മുടെ മോളെയാണ് അവൾ തൊട്ടിരിക്കുന്നത്, അതുകൊണ്ട് ആ പെണ്ണിനെ വെറുതെ വിടരുത്, അത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. ഇത് കേൾക്കുന്ന വേണു പറയാൻ, തീർച്ചയായും ഞാനത് ചോദ്യം ചെയ്യും, വെറുതെ വിടില്ല, ആ പെണ്ണിനെ ഞാൻ കണക്കിന് കൊടുക്കുകയും അവരെ കൊണ്ട് അഴി എണ്ണിപ്പിക്കുന്ന പരിപാടികൾ ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു സമാധാനമൊക്കെ വരാനിട്ടോ. കാരണം എല്ലാവർക്കും മുന്നിൽ ഒരു മൊട്ടച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആ വീട്ടിൽ നിന്ന് ആരും തന്നെയില്ല. മുത്തശ്ശനില്ല, ഈ പറയുന്ന മുത്തശ്ശിയില്ല, ദേവിയാനിയില്ല, ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കൊടുക്കണമെന്ന വാശിയും പ്രതികാരമാണ് അനാമികക്കുള്ളിൽ. കാര്യങ്ങൾ ഫുള്ള് വെട്ടി തുറന്ന് പറയാതെയും കണ്ടിട്ട് തൻ്റെ അച്ഛനെ അത് ചോദ്യം ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം രേവതി പറയണേ, നിൻ്റെ അച്ഛൻ ചോദിച്ചോളും മോളെ, അമ്മേ എനിക്ക് ദേഹം ഒട്ടകലെ വേദനയാണ്, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, വേദന കൊണ്ട് പൊളയാണ്, നീ ഇരിക്കും, ഞാൻ നിനക്ക് തൈലമിട്ട് തരാം, മാമിട്ട് തരാം, ചൂട് പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കനകവും ഗോവിന്ദനും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യാൻ, ഇനിയും ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക, ഈ അനി ഇങ്ങോട്ടേക്ക് വരുന്നത് നിർത്ത് തന്നെ നല്ലത്. ഗോവിന്ദേട്ടാ, ഇനി അനിയോട് നിങ്ങൾ തന്നെ തുറന്നു പറയണം, അല്ലെങ്കിൽ അവൻ്റെ ഏട്ടത്തിയെ കാണാനെന്ന പേരിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ മകൾക്കും നമുക്കും ആർക്കും സ്വസ്ഥതയുണ്ടാവില്ല. പ്രത്യേകിച്ച് നയനമോളുടെ ഈ മാനസികാവസ്ഥയെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഗോവിന്ദൻ പറയുന്നത് ശരിയാണ്, നീ പറയുന്നതിൽ ഒരു കാര്യം
കാര്യമുണ്ട് എന്ന് പറയണേ. അപ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച വേണു ആയിരിക്കും. മുറതുള്ളി വരുന്നത് പോലെ ഒരു ഭ്രാന്തനെ പോലെ വേണു അങ്ങ് തുള്ളിച്ചാടട്ടോ. എവിടെ നിങ്ങളുടെ മകൾ? മൊട്ടച്ചി എവിടെ? മൊട്ടച്ചി എവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു പേരുണ്ട്, വായിൽ തോന്നിയ പേര് വിളിക്കരുത് എന്ന് പറയണ്ട. അവളെ വായിൽ തോന്നിയതല്ല, അവളെ വിളിക്കേണ്ടത് വേറെ പേരാണ്. ആ മൊട്ടച്ചി എവിടെ? ഗുണ്ട എന്നാണ് അവളെ വിളിക്കേണ്ടത്. ആ ഗുണ്ട എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയണേ, നിങ്ങളുടെ മകൾ ഇതുപോലെ ഉറഞ്ഞു തുള്ളി വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കി അങ്ങ് പോയി, ഇനി നിങ്ങളും ഇവിടെ പ്രശ്നമുണ്ടാക്കണം. അത് കേട്ട ഉടനെ വേണ്ടു പറയണേ, പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ മകളെ ഒരു മുക്കിലിട്ട് നിങ്ങൾ പഞ്ഞിക്കിട്ട് അടിക്കുന്നത് പോലെ അടിച്ചിട്ട് ഞാൻ കണ്ടു നിൽക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നിയത്. അത് കേൾക്കുന്ന കനകം പറയണേ, പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ, ഈ സുഖമില്ലാത്ത കുഞ്ഞിനെ വെച്ച് അവർ ഉന്തും തള്ളും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളും കണ്ടു നിൽക്കണം. അതിന് മാത്രം എന്ത് കേടാണ് അവൾക്കുള്ളത്? അവൾ വല്ല ലിവറും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ അവൾക്കൊരു വയറുവേദനയുടെ പേര് ലിവർ കൊടുത്ത ആ ഒരു റെസ്റ്റാണല്ലോ നിങ്ങൾ അവളോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി പോവാണ് കേട്ടോ. ഈശ്വര, ഇവരെല്ലാവരും വന്നെത്തുന്നത് ഈ ഒരു വാക്കിലോട്ട് തന്നെയാണല്ലോ. ഇവരെല്ലാവരും ഒന്ന് അവിടെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഈശ്വരപ്പെട്ടല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നയന പറയണ, അമ്മ വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് പറയണട്ടോ. ആടി നീ അങ്ങനെ തന്നെ പറയല്ലോ, കാരണം നിൻ്റെ അനിയത്തിയെ വിട്ട് എൻ്റെ മകളെ നീ തല്ലിച്ചതാണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അനിയെയും മൊട്ടച്ചിയെയും ഇനി വിവാഹം കഴിക്കുക എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണല്ലോ അനിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് പറയുമ്പോൾ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദുവിനെയാണ് കാണുന്നത്. ആ കാണുമ്പോൾ തന്നെ വേണുവിന് പേടിയാവുന്നു. ഈശ്വര, എൻ്റെ മകൾക്ക് കിട്ടിയതുപോലെ ഇനി എനിക്കും കിട്ടുമോ? എവിടെ വന്ന് അടിച്ചതിനും ഇതാക്കിയതിനും അവർക്ക് കിട്ടിയതുപോലെ എനിക്ക് കിട്ടുമോ എന്ന പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദു മുന്നോട്ട് കയറി വരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്നു, എന്തായാലും ഇതിന് പ്രതികാരം ഞാൻ വീട്ടും. അത് കേട്ട ഉടൻ തന്നെ നന്ദു പറയണേ, എന്തിനാണ് നിങ്ങളും വന്നത്? നിങ്ങളുടെ മകൾക്ക് കണക്കിന് കൊടുത്തത് പോരാഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിന്നെപ്പോലെ ഒരു ഭ്രാന്തിയോട് സംസാരിക്കാൻ ഞാൻ എന്തിന്? ഞാൻ വേണ്ട നടപടികൾ നോക്കിക്കോളാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ എൻ്റെ മകളെ തൊട്ടതിന് നിന്നെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വന്ന് ആര് എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളുടെ മകൾക്ക് കിട്ടിയ അതേ മാനസികാവസ്ഥ നിങ്ങൾക്കും കിട്ടും. ഒരു വയസ്സിന് മുതിർന്ന ആളാണെന്ന് ഞാൻ നോക്കില്ല. മക്കളെ വളർത്തുമ്പോൾ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടി വളർത്തണം. നാവുണ്ടെന്ന് കരുതി അതെല്ലാവർക്കും മുന്നിൽ നീട്ടിക്കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എല്ലാവർക്കും കഴിയില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ചൂട് ശരിക്കും അറിയുമെന്ന് പറയട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വേണുവിനൊരു പേടി, അഥവാ അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് പേടിച്ച് വേണു ഓട്ടം ഓടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇവർ മലക്ക് പോകേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ആദർശ് മലക്ക് പോകാൻ ഒരുങ്ങണം. അങ്ങനെ ആദർശ് തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പം അമ്മയോട് പറയണേ, അമ്മയെ ഞാൻ മലക്ക് പോയി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അമ്മ തേടുന്ന ആ സത്യവും ഞാൻ കണ്ടെത്തും, അമ്മയ്ക്ക് കാണിച്ചു തരും. എനിക്കൊരേ ഒരു ആഗ്രഹമുള്ളൂ മോനെ, ആ പെൺകുട്ടിയെ എനിക്ക് കാണണം. അത് നീ സാധിപ്പിച്ചു തന്നാൽ തീർച്ചയായും ഞാൻ സാധിപ്പിച്ചു തരും അമ്മേ. അമ്മ ഒരു സങ്കടവും പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയം ആദർശിൻ്റെ അച്ഛൻ ദേവിയാനിയോട് പറയണേ, ഞങ്ങൾ ഈ മലക്ക് ചവിട്ടി വരുന്നതിന് മുന്നേ നീ നിൻ്റെ മരുമകളെ സ്നേഹിക്കുന്ന ആ ഒരു സീനായിരിക്കും ഇനി നിനക്ക് മുന്നിൽ ഉണ്ടാവാൻ പോകുന്നത്. അതൊരിക്കലും നടക്കില്ല ദേവേട്ട. അങ്ങനെ ഒരു മലച്ചുവട്ടൽ വേണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായും അതുണ്ടാവും ദേവയാനി. ഇതെൻ്റെ വാക്കുകളാണ്. നീ നിൻ്റെ മരുമകളെ മനസ്സിലാക്കും, അവളുടെ നന്മ നീ തിരിച്ചറിയും. നീ തന്നെ ഒന്ന് സ്വയം ഇരുന്ന് ചിന്തിച്ച് നോക്ക്. ഇനിയുള്ള നാളുകൾ നിനക്ക് അവൾ മതിയെന്നും നയനമോൾ എത്ര ഒരു പാവമായിരുന്നു എന്ന സത്യം നീ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശിൻ്റെ അച്ഛനും പോകുന്നു കേട്ടോ. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഇനി അനാമികയുടെ നോട്ടവും പരിചരണമൊക്കെ ദേവയാനിക്ക് നിൽക്കുകയാണ്. അതോടുകൂടി ദേവയാനി ഇനി സത്യങ്ങൾ മനസ്സിലാക്കാണ്. ഒളിച്ചും പാത്തുമുള്ള സംസാരങ്ങൾ നവ്യയുടെയും കൂടി ആവുമ്പോൾ തൻ്റെ മരുമകളാണ് തനിക്ക് ശരി എന്നുള്ള സത്യം ഇനിയിപ്പോൾ കാണാൻ പോവാണ്. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവും ആദർശ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡായിരിക്കും നമുക്ക് മുന്നിൽ കാണാൻ കിടക്കുന്നത്. അതിനിടയ്ക്ക് ഇനി നയനയ്ക്കൊരു ചെറിയ സുഖമില്ലാതാവുന്ന ആ ഒരു സീനുണ്ട് കേട്ടോ. അത് റീമേക്കിലുള്ള ഉണ്ട്, ഇവിടെ ഉണ്ടാവുമോ എന്ന് പറയാൻ കഴിയില്ല.